പുരോഗമന ചിന്താഗതിക്കാർ ലോകമെമ്പാടും ഏറ്റവും കൂടുതൽ ആരാധിക്കുന്ന, ആദരിക്കുന്ന ഒരു പേരാണ് ഏണസ്റ്റ് ചെ ഗുവേര. ചെഗുവേര എന്ന് നമ്മൾ പെട്ടെന്ന് പറയും. ചെ ഗുവേര രണ്ട് വാക്കാണ്. സ്നേഹപൂർവം വിളിക്കപ്പെടുന്നത് ചെ, നിക് നെയിം. ചെ ടീഷർട്ടുകൾ, അത് രാഷ്ട്രീയ ഭേദമന്യേ യുവാക്കളെല്ലാം ലോകമെമ്പാടും ഇട്ട് നടക്കുന്നതാണ് ചെ ടീഷർട്ട്സ്. കറുത്ത ഷെയ്ഡിലുള്ള ചെയുടെ ടീഷർട്ടുകൾ. ഇനി പുതിയൊരു ടീഷർട്ട് വരാൻ പോകുന്നു. കേരളത്തിലും തമിഴ്നാട്ടിലും, കേരളവും തമിഴ്നാട്ടും വിട്ട് ഇന്ത്യ അതിർത്തിക്കപ്പുറത്തേക്ക് വരാൻ പോകുന്നു. അത് വേടൻ ടീഷർട്ടുകളാണ്. കറുത്ത നിറത്തിൽ വേടന്റെ വാക്കുകൾ അല്ലെ വേടന്റെ ഇമേജ് പതിച്ച ടീഷർട്ടുകൾ. അത് വന്നു കഴിഞ്ഞാൽ ആ ടീഷർട്ടുകളുടെ വിൽപ്പന എന്താകും എന്ന് നമുക്ക് ഊഹിക്കാം, ഇപ്പോഴത്തെ വേടന്റെ ഒരു മാസ് ബേസ് അനുസരിച്ച്. അപ്പൊ ലോകത്ത് ഏറ്റവും ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിത്വമാണ് ചെ ഗുവേര. എന്തുകൊണ്ട്? ചെ സുന്ദരനായതുകൊണ്ട് മാത്രമല്ല, ചെ ലോകത്തിലെ പുരുഷന്മാരിൽ ഏറ്റവും സുന്ദരന്മാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കപ്പെട്ട ആളാണ് ചെ. ആ വ്യക്തിത്വം, ആ പേഴ്സണാലിറ്റി, ആ അപ്പിയറൻസ്. അതോടൊപ്പം ചെ എന്തുകൊണ്ട് ഇത്രയും ആദരിക്കപ്പെടുന്നു എന്നതുകൂടി നമ്മൾ അറിയണം. ബ്യൂണസ് അയേഴ്സ് യൂണിവേഴ്സിറ്റിയിൽ, അർജന്റീനയിലാണ് അദ്ദേഹം ജനിച്ചത്. അവിടുത്തെ തലസ്ഥാനമായ ബ്യൂണസ് അയേഴ്സിന്റെ പേരിലുള്ള അവിടുത്തെ സർവകലാശാലയിൽ മെഡിക്കൽ ബിരുദം പൂർത്തിയാക്കിയ ആളാണ്. ഇവിടുത്തെ നമ്മുടെ MBBS പോലെ. ചെ മെഡിക്കൽ സ്റ്റുഡൻ്റ് ആയിട്ടിരിക്കുമ്പോൾ തന്നെ അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ മുഴുവൻ മോട്ടോർ സൈക്കിളിൽ, നമ്മുടെ ബുള്ളറ്റ് പോലുള്ള സൈക്കിളിൽ യാത്ര ചെയ്തു. അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്തുമായിട്ട് രണ്ടുപേരും ഒരു ബുള്ളറ്റിൽ പോവുകയാണ്. ബുള്ളറ്റല്ല, അതുപോലെ ഒരു മോട്ടോർ ബൈക്കിൽ പോവുകയാണ്. ആ മോട്ടോർ ബൈക്കിലെ യാത്രയെക്കുറിച്ച് പിന്നീട് അദ്ദേഹത്തെ വെടിവെച്ച് വന്നല്ലോ ബൊളീവിയൻ കാടുകളിൽ വെച്ചിട്ട് ചെയ്യേ. അതിനുശേഷം ഇറങ്ങിയ ആ ഒരു പുസ്തകമുണ്ട്, ബൊളീവിയൻ ഡയറീസ് പോലെ തന്നെ മോട്ടോർ സൈക്കിൾസ് ഡയറീസ് എന്ന് പറയുന്ന ഒരു പുസ്തകമുണ്ട്. ഈ മോട്ടോർ സൈക്കിൾ ഡയറീസിൽ പ്രതിപാദിക്കുന്നത് വളരെ ഉദ്വേഗജനകമായിട്ട് പറയുന്ന ആ പുസ്തകം നമ്മൾ വായിക്കണം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ അക്കാലത്ത് ഇപ്പോഴത്തെ ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്കയുടെ അടിമത്തത്തിൽ അമേരിക്കയുടെ പാവ ഭരണകൂടങ്ങൾ വെറും പാവ, അമേരിക്ക എന്ത് പറയുന്നു അതെല്ലാം ചെയ്യാൻ അനുസരിക്കുന്ന പാവ ഭരണകൂടങ്ങളെ പല രാജ്യങ്ങളിലും, അർജന്റീനയിലും അതേപോലെ മെക്സിക്കോയിലും മറ്റു പലയിടത്തും ക്യൂബയിലുമൊക്കെ സ്വാധീനിച്ചു നിർത്തിയ ഒരു രാഷ്ട്രീയ പശ്ചാത്തലത്തിലായിരുന്നു ചെ ഗുവേര ലാറ്റിൻ അമേരിക്കൻ, തെക്കൻ അമേരിക്കൻ രാജ്യങ്ങളിൽ മുഴുവൻ മോട്ടോർ ബൈക്കിൽ ഒരു യാത്ര നടത്തുന്ന കൂട്ടുകാരനെ വിളിച്ച്. അങ്ങനെയാണ് ആ നാട്ടിലെ ജനങ്ങളുടെ പട്ടിണി, പരിവട്ടം, ദുരിതങ്ങൾ, രോഗം വന്ന് മരണം, മെഡിക്കൽ ചികിത്സയില്ല. അദ്ദേഹം മെഡിക്കൽ സ്റ്റുഡൻ്റാണ്. അമേരിക്കയുടെ ഈ പറയുന്ന വിവേചനം, ചൂഷണം, ഈ ട്രംപിന്റെ ഇപ്പോഴത്തെ അമേരിക്കയുടെ പഴയ രൂപം തമ്മിൽ വലിയ വ്യത്യാസമില്ല, ഇപ്പോഴും വ്യത്യാസമില്ല. അതിനെതിരെ പോരാടാൻ ചെ തീരുമാനിക്കുകയായിരുന്നു. യാദൃശ്യമായിട്ട് ആ യാത്രയിൽ മെക്സിക്കോ സിറ്റിയിൽ വെച്ചിട്ട് ഫിഡൽ കാസ്ട്രോ എന്നൊരാളെ പരിചയപ്പെടുന്നു. ഫിഡലും ചെയും കാണുന്നു. ഫിഡലിനെ ചെയ്ക്ക് ഇഷ്ടപ്പെട്ടു. കൂടെ വരുന്നു എന്ന് ചോദിച്ചു. ഈ ദുരിതങ്ങളെല്ലാം ലാറ്റിൻ അമേരിക്കൻ ജനതയുടെ ദുരിതങ്ങളെല്ലാം കണ്ടിട്ടാണല്ലോ. അങ്ങനെ ഗ്രാൻമ എന്ന് പറഞ്ഞ കപ്പലിൽ ചെ ഫിഡൽ കാസ്ട്രോയ്ക്കൊപ്പം ഗ്രാൻമ എന്ന് പറയുന്ന കപ്പലിൽ ക്യൂബയിലേക്ക് പോവാണ്. ബാറ്റിസ്റ്റ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ, അമേരിക്കയുടെ വെറും പാവയായ, അമേരിക്ക പറയുന്ന എന്ത് ക്രൂരതയും ചെയ്യുന്ന ക്യൂബയിലെ ബാറ്റിസ്റ്റ ഭരണകൂടത്തെ അട്ടിമറിക്കാൻ സായുധ കലാപത്തിനായിട്ട് ഫിഡൽ കാസ്ട്രോയ്ക്കൊപ്പം കൂട്ടാളികൾക്കൊപ്പം ചെ പോവുകയാണ്. പിന്നെ ബാക്കി ചരിത്രം. അത് 1960-65 കാലം. അങ്ങനെ ബാറ്റിസ്റ്റയെ അട്ടിമറിച്ചിട്ട് ഭരണം ഏറ്റെടുത്തു. കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്, ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റ്. ഫിഡൽ പ്രധാനമന്ത്രി, ഫിഡൽ കാസ്ട്രോ. ചെ ഗുവേര വാണിജ്യമന്ത്രി, കൊമേഴ്സ് ഇൻഡസ്ട്രി മിനിസ്റ്റർ.
അതോടൊപ്പം സാംസ്കാരിക ചുമതലയുള്ള മന്ത്രി. ക്യൂബയുടെ നവീകരണത്തിന് വേണ്ടി ഏറ്റവും നിർണായക പങ്ക് വഹിച്ചുകൊണ്ട് ചെ അവിടെ മന്ത്രിയായിട്ട് തുടരുന്നു. 5 വർഷം 5 വർഷം 61 മുതൽ 65 വരെ. 65-ൽ ചെ രാഷ്ട്രീയ അധികാരം വിടുന്നു. ഫിഡലിനെ ഏറ്റവും വിഷമിപ്പിച്ച തീരുമാനം. ഫിഡൽ ചോദിച്ച എന്താണ്? ഞാൻ എൻ്റെ പോരാട്ടം അവസാനിച്ചിട്ടില്ല, ഇനിയും നമ്മുടെ നാട്ടിലെ തെക്കൻ അമേരിക്കയിലെ പല രാജ്യങ്ങളിലും ചൂഷണം തുടരുന്നു, അതൊക്കെ മോചിപ്പിക്കണം. ഞാൻ ബൊളീവിയയിലേക്ക് പോവുകയാണ്, അവിടുത്തെ ഏകാധിപതിയെ പുറത്താക്കാൻ സായുധ കലാപത്തിലൂടെ. അങ്ങനെ എല്ലാ സൗകര്യങ്ങളും ക്യൂബയിലെ മന്ത്രിസ്ഥാനം സൗകര്യങ്ങൾ, പിന്നെ ഭരണത്തിലെ ഫിഡൽ കാസ്ട്രോ കഴിഞ്ഞാൽ രണ്ടാമൻ ഭരണകൂടത്തിൽ ഈ സൗഭാഗ്യങ്ങളോ സൗകര്യങ്ങളോ അങ്ങനെ ചിന്തിച്ചാൽ അതെല്ലാം ഉപേക്ഷിച്ചിട്ട് ബൊളീവിയൻ കാടുകളിലേക്ക് ഗറില്ല യുദ്ധത്തിൽ അവിടുത്തെ പോരാളികൾക്കൊപ്പം പങ്കുചേരാൻ പോയ ആളാണ് ചെ. അവിടെ പോയിട്ട് 11 മാസത്തെ ആ പോരാട്ടത്തിനിടയിൽ അവിടുത്തെ ഏകാധിപതിയുടെ പട്ടാളത്തിന്റെ വെടിയേറ്റല്ല പിടിച്ച് വെടിവെച്ചു കൊല്ലുകയായിരുന്നു ചെ ഗുവേരയെ. നമുക്കറിയാം, ആ ചെ ഗുവേരയാണ് ലോകത്തിന്റെ ഐക്കണായിട്ട് മാറിയത്. അപ്പൊ ചെ ഗുവേരയെ എന്തുകൊണ്ട് ആരാധിക്കുന്നു എന്ന് നമുക്ക് മനസ്സിലായല്ലോ. അത് ത്യാഗമുണ്ട് അതിൻ്റെ അകത്ത്, അല്ലാതെ അദ്ദേഹത്തിന്റെ പേഴ്സണാലിറ്റി കാഴ്ച കണ്ടിട്ട് മാത്രമല്ല. സ്വന്തം ജീവൻ ഒരു രാജ്യത്തിന്റെ മോചനത്തിന് വേണ്ടി അർപ്പിച്ചു. അധികാരത്തിൽ ഇരിക്കുമ്പോൾ അത് ഉപേക്ഷിച്ചിട്ട് പോയി. ത്യാഗിയാണ്. ഇവിടെ എത്ര രാഷ്ട്രീയക്കാര് ഒരു മന്ത്രിസ്ഥാനമോ അല്ലെ വലിയൊരു സ്ഥാനമാനങ്ങൾ കിട്ടിയാൽ, ഒരു MLA ആയാൽ പോട്ടെ, ഒരു വാർഡ് മെമ്പർ ആയാൽ പഞ്ചായത്തില്, ഒരു ത്യാഗത്തിന് വേണ്ടി ഒരു ദുരന്ത ഭൂമിയിലെ അല്ലെ ഒരു മോചന പോരാട്ടത്തിലേക്ക് ആ പഞ്ചായത്ത് മെമ്പർ സ്ഥാനം ഉപേക്ഷിച്ചിട്ട് പോകുമോ? അല്ലെ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, MP, മന്ത്രി എന്തോ ആയിക്കിട്ടും എത്ര പേര് തയ്യാറാവും? തിരി പുളിക്കും തയ്യാറാവും. അവിടെയാണ് ചെ എന്ന മനുഷ്യനെ ലോകം ആരാധിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞു വന്നത്, വേടൻ സമാന സാഹചര്യങ്ങളിൽ ശ്രീലങ്ക എന്നുള്ള അഭയാർത്ഥിയുടെ അഭയാർത്ഥി ശ്രീലങ്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്നു. ആദ്യം ഊട്ടിയിൽ പോയി, പിന്നെ ദുരിതങ്ങൾ, പിന്നെ തൃശ്ശൂർ വന്ന്, അങ്ങനെ മലയാളിയായ മുരളിയെ വിവാഹം കഴിച്ചു. രണ്ടാമത്തെ പുത്രനായിട്ട് വേടൻ ജനിക്കുന്നു. ഹിരൺദാസ് മുരളി കളിയാക്കി വിളിക്കുന്നു. തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷന് അടുത്ത് ചേരി സമാനമായ കോളനിയിൽ താമസിക്കുന്നു. മീൻ പിടിക്കാൻ പോകുന്നു, ചൂണ്ടയെറിഞ്ഞ് മീൻ പിടിക്കാൻ പോകുന്നു, കല്ലുപണിക്ക് പോകുന്നു. പ്രാകൃതമായൊരു രൂപം, കറുത്ത് പടച്ചൊരുത്തൻ, ഒരു പയ്യൻ, ഒരു കൊച്ചൻ. അവനെ മീൻ പിടിച്ചു പോയിട്ട് വരുന്ന അവനെ വേടൻ എന്ന് വിളിച്ചു നാട്ടുകാർ കളിയാക്കി. ആ പേരവൻ സ്വീകരിച്ചു. പിന്നീട് ബാക്കി ചരിത്രം നമുക്കറിയാമല്ലോ. വേടൻ ഇപ്പോൾ എന്തുകൊണ്ട് ഈ വേടനായി? അപ്പൊ വേടന്റെ പേരിൽ കറുത്ത ടീഷർട്ടുകൾ ഇറങ്ങാൻ പോകും. ചെ ഗുവേരയുടെ പേരിൽ ടീഷർട്ടുകൾ ഇറങ്ങിയതുപോലെ തന്നെ. അപ്പൊ ലോകത്തെ ഒരു ഐക്കണായിട്ട് വേടൻ എങ്ങനെ മാറുന്നു എന്നതിന്റെ ചിഹ്നങ്ങള്, മുദ്രകള്, സിംബൽസ് ആണ് ഞങ്ങൾ പറഞ്ഞത്. ചെ എങ്ങനെ ലോകത്തറിയപ്പെട്ട ഒരാളായിട്ട് മാറി എന്നതുപോലെ വേടൻ എങ്ങനെ ഒരു ലോകത്തറിയപ്പെടുന്ന ആളായിട്ട് മാറുന്നു. ഇത് വളരെ സാമൂഹ്യ പഠനം ആവശ്യപ്പെടുന്ന ഒരു വിഷയമാണ്. ഞങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ ബോബ് മാർലി, ഓപ്ര വിൻഫ്രി, മൈക്കൽ ജാക്സൺ, വേടൻ, ഇപ്പൊ ചെയുടെ കാര്യം ഞങ്ങൾ പറഞ്ഞു. ഇത് പഠന വിഷയമാക്കണം. എന്തുകൊണ്ട് ചില ജനങ്ങൾ ഏറ്റെടുക്കുന്നു? ഇപ്പൊ 3.5 കോടി ജനമുള്ള കേരളത്തിൽ ഒരു ഐക്കണായിട്ട് മാറിയ വേടൻ തമിഴ്നാട്ടിൽ കേരളത്തിലേക്കാൾ വലിയ ഐക്കണായിട്ട് മാറി. ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞു. ശ്രീലങ്കയിൽ തമിഴ് വംശജരുടെ ഇടയിലും ജാഫ്നയിലുമൊക്കെ ഇപ്പൊ തന്നെ വേടൻ ഒരു വലിയ ഐക്കൺ ആയിട്ട് ഇതിഹാസമായിട്ട് മാറിക്കഴിഞ്ഞു. പിന്നെ യൂറോപ്പിൽ, അമേരിക്കയിൽ. അപ്പോൾ ഒരു ഗ്ലോബൽ റീച്ച്, ഞങ്ങൾ കഴിഞ്ഞ ദിവസം പറഞ്ഞ ആഗോള വേടൻ എങ്ങനെ ഗ്ലോബലായി എന്നുള്ളത് ഒരൊറ്റ രാത്രി കൊണ്ട് സംഭവിച്ചതല്ല. അതിന് പിന്നിൽ ഒരു വലിയ സാമൂഹ്യ ശാസ്ത്രമുണ്ട്. അത് മറ്റുള്ള ഐക്കണെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ കൂടെ ഇതോടെ പഠിക്കേണ്ടതുണ്ട്. വേടൻ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു ഫെനോമെനൻ, ഇംഗ്ലീഷ് പറയുമല്ലോ ഫെനോമെനൻ, ഒരു 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 പ്രതിഭാസം, അതാണ് അതിന്റെ മലയാളം. പിന്നെ ചിലരെ വേടൻ ഭക്തിപൂർവം ആദരപൂർവം വേടൻ ഒരു അവതാരമാണെന്ന് വരെ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഒരു നിയോഗമാണ് ഇങ്ങനെ വേടൻ വന്നത്.
അങ്ങനെ പല വ്യാഖ്യാനങ്ങൾ വരുന്നു. പക്ഷെ ഇതിനെപ്പറ്റി വളരെ ശാസ്ത്രീയമായ ഒരു പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്രയും ചെ ഗുവേരയെ പറ്റി കൂടി ലിങ്ക് ചെയ്തുകൊണ്ട് ഇത്രയും കാര്യങ്ങൾ ഞങ്ങൾ ഇവിടെ പറയുന്നത്. ത്യാഗം, സ്നേഹം, കഴിഞ്ഞ ദിവസം ഞങ്ങൾ പറഞ്ഞു അൻപ്. ചെ ഗുവേരയ്ക്ക് അൻപുണ്ടായിരുന്നു. കരുണ, കരുതൽ, തൻ്റെ കൂടെയുള്ള ജനങ്ങൾ വിഷമിക്കുമ്പോൾ, തൻ്റെ യാത്രയിൽ കാണുന്നവരുടെ ദുരിതം കാണുമ്പോൾ അതിലിടപെടുക, അതാണ് അൻപെന്ന് കഴിഞ്ഞ ദിവസം ചേർത്തിട്ട് വേടൻ പറഞ്ഞത്. ആ അൻപ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ പറഞ്ഞല്ലോ, അത് സിമ്പതിയല്ല, എമ്പതി, അനുകമ്പയാണ്. എമ്പതിയുടെ മലയാളം ഒരു ഏകദേശം പറയാവുന്ന അനുകമ്പ എന്ന വാക്കാണ്. അരുളുള്ളവനാണ്, അനുകമ്പ ഉള്ളവനാണ് ജീവി എന്ന് പറയുന്ന ഇത്. അതുപോലെ അറിവ്, അതിനപ്പുറത്ത് വേറൊന്നുമില്ല. അപ്പോൾ സിമ്പതിയല്ല, സഹതാപമല്ല. സിമ്പതി ഒരു നെഗറ്റീവ് ടൈമാണ്. സിമ്പതി, നമ്മൾ വിചാരിക്കും ഒരു ഭിക്ഷക്കാരന് ഒരു 5 രൂപ 10 രൂപ ദാനം കൊടുത്ത്, അല്ല 2 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ മനുഷ്യനായി. അത് സിമ്പതിയാണ്. അതിനകത്തൊരു പരിഹാസമുണ്ട്. നീ ഗതികെട്ട് കിടക്കുന്നു, നിനക്ക് എൻ്റെ ഒരു 5 രൂപ തരുന്നു എന്ന് പറയുന്ന സിമ്പതിയല്ല ഇവിടെ വേണ്ടത്, എമ്പതിയാണ്, അനുകമ്പ. അവിടെയാണ് വേടന്റെ പെർഫോമൻസിൽ, പെരുമാറ്റത്തില്, വേടന്റെ ചിരിയില്, വേടൻ ചെയ്യുന്ന താളം, സ്റ്റേജിൽ ചെയ്യുന്ന താളം, പാട്ടിനൊപ്പിച്ചുള്ള ആട്ടം, പെരുമാറ്റം, പറയുന്ന വാക്കുകളിലെ ഈ പറയുന്ന മാന്യത, വിനയം, ഇതൊക്കെ ഒത്തുവന്ന ഒരു പെർഫോമൻസാണ് നമ്മൾ വേടനിൽ കാണുന്നത്. ലൈവിലും ക്യാമറയ്ക്ക് മുന്നിൽ, മാപ്രകളുടെ മുന്നിലും വരുമ്പോൾ. അതുകൊണ്ടാണ് വേടൻ വ്യത്യസ്തനാവുന്നത് എന്നതാണ് ഞങ്ങൾ ഇത്രയും പറഞ്ഞു വന്നതിൻ്റെ ഉദ്ദേശം.